Good morning. Today we are going to discuss about pulsed X-rays. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോവേവ് ഓഹ്മി ഹീറ്റിംഗ് ഒക്കെ പഠിച്ചു. ഇന്ന് പൾസ്ഡ് എക്സ്റേസ് ഇതും ഒരു നോവൽ ടെക്നോളജിയിൽ വരുന്ന ഒരു നോൺ തെർമൽ പ്രിസർവേഷൻ മെത്തേഡാണ്. Electrons have a limited penetration depth about 5 cm in food, while X-rays have significantly higher penetration depth about 60 to 400 cm depending upon the energy used. നമ്മൾ ഇലക്ട്രോൺ ബീം ഉപയോഗിച്ചിട്ട് ഫുഡ് റേഡിയേഷൻ ചെയ്യുന്നത് പറഞ്ഞ പോലെ നമ്മൾ അതിന് പെനിട്രേഷൻ പവർ 5 cm മാത്രമേ ഉള്ളൂ, കാരണം അത് ചാർജ്ഡ് മോളിക്യൂൾ ആയതുകൊണ്ട്. വൈൽ ഈ എക്സ്റേസും ഗാമ റേസും ഒക്കെ നമ്മൾ ഫുഡ് റേഡിയേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്റേസിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും 60 to 400 cm ആയിരിക്കും പെനിട്രേഷൻ ഡെപ്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എനർജി യൂസ്ഡ്. Pulsed X-rays is a new technology that utilizes solid-state opening switch to generate electron beam X-ray pulses of high intensity. അതായത് ഇവിടെ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം, ഹൈ വോൾട്ടേജ് സോളിഡ് സ്റ്റേറ്റ് പവർ സപ്ലൈ ഉണ്ട്, അതായത് ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ഇലക്ട്രോൺ ബീം ഡയോഡ് ഉണ്ട്, ഒരു എക്സ്റേ കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ തന്നെ പൾസ് എക്സ്റേസ് ജനറേറ്റ് ചെയ്യുന്നത് സാമ്പിളിലോട്ട് ഗൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്വിച്ച്, പിന്നെ ഇലക്ട്രോൺ ബീം ഡയോഡ്, അവിടെ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ എക്സ്റേ കൺവേർട്ടറിലോട്ട് ഗൈഡ് ചെയ്യുന്നു. ആ എക്സ്റേ കൺവേർട്ടർ ഈ ഇലക്ട്രോൺസിനെ പൾസ്ഡ് എക്സ്റേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ പൾസ്ഡ് എക്സ്റേസ് ആണ് ഫുഡിലോട്ട് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിനെ ഇവിടെ എക്സ്റേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റേ കൺവേർട്ടർ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ ഫുഡ് റേഡിയേഷനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളൂ, ഇതിനകത്ത് ടോക്സിക് കോമ്പണൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. നമ്മൾ ഫുഡ് റേഡിയേഷനെ കോൾഡ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ അതുപോലെ ഫുഡിൽ നമ്മുടെ ഹെൽത്ത് ഹസാർഡായിട്ടുണ്ടാകുന്ന ഒന്നും തന്നെ ജനറേറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, മെക്കാനിസം ഓഫ് മൈക്രോബിയൽ ഇനാക്ടിവേഷൻ. അപ്പോൾ ഫുഡ് റേഡിയേഷനിൽ നമ്മൾ ഗാമ റേസ് ഉപയോഗിക്കാം, എക്സ്റേസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീംസ് ഉപയോഗിക്കാം. ഇത് തന്നെ ആയാലും രണ്ട് ടൈപ്പ് മെക്കാനിസമാണ്. ഫസ്റ്റ് വണ്ണാണ് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് സെൽ കമ്പോണൻറ്റ്സ്. സെക്കൻഡ് വണ്ണാണ് ഇൻഡയറക്റ്റ് ആക്ഷൻ ഫ്രം റേഡിയോലൈറ്റിക് പ്രോഡക്ട്സ് സച്ചസ് വാട്ടർ റാഡിക്കൽസ് H+ ആൻഡ് OH-. ഫസ്റ്റ് വണ്ണിൽ ഈ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് സെൽ കമ്പോണൻറ്റ്സ്, നമുക്കറിയാം ക്രോമസോമൽ DNA ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻസ്, മൈറ്റോകോൺട്രിയ, അങ്ങനെ പറയുന്ന കുറേയേറെ സെൽ ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള ഈ റേഡിയേഷൻസിൻ്റെ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വഴിയിട്ട് ഉള്ള മൈക്രോബിയൽ ഇനാക്ടിവേഷനാണ് ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആക്ഷൻ ഫ്രം റേഡിയോലിറ്റിക് പ്രോഡക്ട്സ്, അതായത് ഈ ഫുഡിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് H2 ആണ്, H+ഉം OH- ആയിട്ട് ഫ്രീ റാഡിക്കൽസായിട്ട് റാഡിക്കലായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് ആക്ഷനിൽ പറയുന്ന റേഡിയോലിറ്റിക് പ്രോഡക്ട്സ് സച്ചസ് വാട്ടർ റാഡിക്കൽസ് H+ ആൻഡ് OH-. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈലി റിയാക്റ്റീവ് മോളിക്യൂൾസ് ആണ്. ഇതിൻ്റെ ആക്ഷൻ വഴിയിട്ടും ഈ സെൽ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെൽ ഓർഗനൽസിൻ്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. The primary target of ionizing radiation appears to be chromosomal DNA, although effects on cytoplasmic membrane may be also play a role. അതായത് പ്രൈമറി ടാർഗറ്റ് എപ്പോഴും നമുക്കറിയാം ക്രോമസോമൽ DNA മോളിക്യൂൾസ് അല്ലെങ്കിൽ RNA മോളിക്യൂൾസിന് ഡിസ്ട്രക്ഷൻ വരുത്തുവാണ്. ഒപ്പം തന്നെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻസിനും ഡിസ്ട്രക്ഷൻ വരുത്തും. ചേഞ്ചസ് ടു ക്രോമസോമൽ DNA or cytoplasmic membrane can cause microbial inactivation or growth inhibition. നമുക്കറിയാം ക്രോമസോമൽ DNA അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻസിനൊക്കെ ചേഞ്ചസ് വരുത്തുന്ന വഴിയിട്ട് ഈ സെൽ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ മൈക്രോബിയൽ ഇനാക്ടിവേഷൻ, അതുമല്ല എങ്കിൽ ഗ്രോത്ത് ഇൻഹിബിഷനാണ് അവിടെ നടക്കുന്നത്. Many studies shows that ions, excited atoms and molecules generated during irradiation have no toxic effect on humans. നമുക്കറിയാം ഫുഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, ഫുഡിനകത്ത് ഇങ്ങനെയുള്ള റേഡിയേഷൻസ് കൊടുക്കുന്ന വഴിയിട്ടുണ്ടാകുന്ന എക്സൈറ്റഡ് ആറ്റംസോ അല്ലെങ്കിൽ അയോൺ ഫോർമേഷനോ അല്ലെങ്കിൽ എക്സൈറ്റഡ് മോളിക്യൂൾസോ ഒന്നും വഴി നമുക്ക് ഫുഡിനകത്ത് കിട്ടുന്ന നമുക്ക് ടോക്സിക് എഫക്റ്റ് ഹ്യൂമൻസിന് ഉണ്ടാക്കുന്നില്ല.